ഷാരോൺ വധക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയെ രക്ഷിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാവ് നടത്തിയ ശ്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പ്രതിക്ക് വധശിക്ഷ നേടിക്കൊടുത്തത്. സർക്കാരിലും പാർട്ടിയിലും നിർണായക സ്വാധീനമുള്ള നേതാവിന്റെ നിർദ്ദേശപ്രകാരം കേസ് തമിഴ്നാട് പോലീസിന് നൽകാൻ ആലോചനയുണ്ടായിരുന്നു. നടപടി വിവാദമായപ്പോൾ ശ്രമങ്ങൾ മരവിപ്പിച്ചു. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. തിരുവനന്തപുരം ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള നേതാവിന്റെ ബന്ധുവാണ് ഗ്രീഷ്മ എന്ന ആരോപണം വ്യാപകമായിരുന്നു. നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് പാറശാല പോലീസ് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തതെന്ന ആരോപണവും ഉണ്ടായിരുന്നു. പാറശാലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് CPM നേതാവാണ്. പാറശാലയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഈ നേതാവാണത്രേ. പാറശാല പോലീസ് തുടക്കത്തിൽ വരുത്തിയ വീഴ്ചകൾ പ്രതിഭാഗം മുതലെടുത്തു. ഷാരോണിന്റെ മരണം കൊലപാതകമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ആദ്യ ഘട്ടത്തിൽ തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ CPM നേതാവിന്റെ സ്വാധീനത്തിൽ കഴിഞ്ഞു എന്നാണ് ആരോപണം. ഇത് തെറ്റായ കേസാണെന്ന വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത്. ഷാരോണും ഗ്രീഷ്മയും തമിഴ്നാട്ടിൽ പല സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. എന്തോ വിഷം കഴിച്ചു എന്ന് മാത്രമാണ് ആദ്യത്തെ FIR-ൽ ഉണ്ടായിരുന്നത്. ഇത് തയ്യാറാക്കിയത് പാറശാല പോലീസാണ്. അതാര് കൊടുത്തതെന്നോ ഏത് വിഷമാണെന്നോ പറഞ്ഞിട്ടില്ല. ഷാരോണും തന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് റാങ്ക് ഹോൾഡറായ ഒരു പെൺകുട്ടിയെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ തെളിവുകൾ ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം നൽകിയത് CPM നേതാവായിരുന്നു എന്നാണ് വിവരങ്ങൾ. നേതാവ് എഴുതിയ തിരക്കഥയിൽ ഷാരോണിന്റെ കുടുംബത്തിനെല്ലാം നഷ്ടമായെന്ന് തന്നെ പറയാം. സംസ്ഥാന അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനാണ് പാറശാല. ഇവിടെ നിയമനം ലഭിക്കാൻ ലക്ഷങ്ങളാണ് കൈക്കൂലി നൽകേണ്ടത്. വാറ്റുചാരായം മുതൽ മയക്കുമരുന്ന് വരെ നിർബാധം എത്തുന്ന സ്റ്റേഷനാണ് പാറശാല. മുൻപും നിരവധി കേസുകളിൽ പാറശാല സ്റ്റേഷൻ കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. ഷാരോണിന്റെ മരണശേഷം പുറത്തു വന്ന ദൃശ്യങ്ങളും രക്തപരിശോധനാ ഫലവും വരെ ഷാരോണിന്റെ മരണത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയിരുന്നു. എന്നിട്ടും മരണമൊഴിയിൽ കൊലപാതക സാധ്യത ചോദിച്ചറിഞ്ഞില്ല. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കഷായം കുടിച്ചെന്ന വിവരം ഷാരോൺ ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന് വാട്സാപ്പ് ചാറ്റുകളും വ്യക്തമാക്കുന്നു. ഇരുവരും ഒരുമിച്ച് ജ്യൂസ് കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കാമുകിയുമായി ഷാരോൺ രാജു നടത്തിയ വാട്സാപ്പ് സന്ദേശത്തിൽ കഷായം കുടിച്ച കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാരോൺ പെൺകുട്ടിയോട് പറയുന്നത്. ഡേറ്റ് കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചതാണ് പ്രശ്ന കാരണമെന്നും ഷാരോൺ പറഞ്ഞിരുന്നു. ജ്യൂസിൽ ചില സംശയങ്ങൾ ഉണ്ടെന്ന് കാമുകി ഷാരോണിനോട് പറയുന്നതും പുറത്തു വന്ന വാട്സാപ്പ് സന്ദേശത്തിലുണ്ട്. സുഹൃത്ത് കുടിച്ച കഷായം രുചിച്ചു നോക്കാനാണ് ഷാരോൺ കഴിച്ചത് എന്നാണ് മൊഴിയിലുണ്ടായിരുന്നത്. അമ്മാവൻ കരുതി വെച്ചിരുന്ന കീടനാശിനിയാണ് ഗ്രീഷ്മ ഷാരോണിനുള്ള കഷായത്തിൽ കലർത്തിയത്. ഷാരോൺ വാഷ്റൂമിൽ പോയപ്പോൾ വിഷം കലർത്തുകയായിരുന്നുവെന്ന് പ്രതി പറഞ്ഞതായി പോലീസ് വെളിപ്പെടുത്തി. ഛർദിച്ചപ്പോൾ വിഷം കലർത്തിയ കാര്യം ഷാരോണിനോട് പറഞ്ഞുവെന്നും എന്നാൽ നീ പുറത്തു പറയേണ്ട എന്ന് ഷാരോൺ പറഞ്ഞുവെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നുവെന്ന്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ശാസ്ത്രീയ തെളിവും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് കേസന്വേഷണത്തിൽ പ്രധാന തുമ്പായത്. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പെൺകുട്ടി ഇന്റർനെറ്റിൽ പരതിയെന്നും പോലീസ് കണ്ടെത്തി. മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നുവെന്നുമാണ് പെൺകുട്ടി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്.